ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനാണ് വന്നത്. എല്ലാവരും ഒരുപാട് മനുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഒരുപാട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേഴ്സണൽ മെസ്സേജ് കിട്ടി മോൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട്. അതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെറും ACL മാത്രമാണോ ഇത്രയും ദിവസം എന്ന് നാട്ടിൽ പറഞ്ഞത്. അല്ല, ACL മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് ടു തേർഡ് ഡേ നമുക്ക് വീട്ടിലേക്ക് വരാവുന്നതാണ്. പക്ഷെ അവന് അത് മാത്രമായിരുന്നില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞ മാതിരി അവൻ്റെ ഇത് ക്ലിയർ ചെയ്യാൻ എന്താ പറയുക, 3-4 കൂടി ഉണ്ടായിരുന്നു സർജറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ACL മേജർ ടയർ ഉള്ളത് കാര്യം തന്നെ. അതിൻ്റെ പുറമെ ഒരു 4 കൂടി എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഓപ്പൺ ചെയ്ത സമയത്ത്, അതായത് രണ്ടാമത്തെ MRI എടുത്ത സമയത്താണ് അത്രയും വെയർ ആൻഡ് ടയർസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. സോ ആദ്യം നമ്മൾ ഒരു കൊല്ലം മുമ്പ് പോയ സമയത്ത് ഇത് സംഭവിച്ചത് ഫുട്ബോൾ കളിക്കുമ്പോഴാണ്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്കൊരു കോള് വരികയാണ് സ്കൂളിൽ നിന്ന്, എമർജൻസി ആയിട്ട് ഇന്ന മാതിരി മോൻ വല്ലാണ്ട് വീണിട്ടുണ്ട് ആൻഡ് കുറച്ച് സ്റ്റിച്ചും ഉണ്ട്, പ്ലസ് എന്താണ് പറയുക, കാലിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്, നിങ്ങളൊന്ന് പെട്ടെന്ന് വരൂ. ഇതായിരുന്നു എനിക്ക് വന്ന കോൾ. അപ്പോൾ അങ്ങനെ കോൾ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയി ഞാൻ അവനെ നോക്കിയപ്പോൾ അവന് നല്ല പെയിനിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, നമ്മുടെ സ്കൂളിൽ ക്ലിനിക്കിൽ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റഷ് ചെയ്ത് പോയ സമയത്ത് അവര് എക്സ്റേയും ഇതെല്ലാം എടുത്തപ്പോൾ പറഞ്ഞു ലിഗ്മെന്റ് ആണ് പ്രശ്നമാണ്, ACLന്റെ ഇത് പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പോയി എന്താണ് പറയുക, എല്ലാ ഡോക്ടേഴ്സിനെ കണ്ട് എല്ലാം ചെയ്തപ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതാണ് ACL ടയർ ആണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് അവന് A-ലെവൽസിന്റെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും അവന് പോണതുകൊണ്ട് അവൻ എന്നെ പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇപ്പൊ ചെയ്യണ്ട, ഇതിന് ഒരുപാട് റെസ്റ്റിംഗ് പീരിയഡും ഒരുപാട് ഫിസിയോതെറപ്പിയും വേണ്ട കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ഞാൻ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മളും ഓക്കെ എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു 2 മാസം നമ്മുടെ കയ്യിൽ സമയമുണ്ടല്ലോ, അപ്പൊ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയ സമയത്ത് അപ്പൊ ഡോക്ടർ പറഞ്ഞു വീണ്ടും നമുക്കൊരു MRI സ്കാൻ എടുക്കണം. എന്താ കാര്യം വെച്ചാൽ 1 ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു, എത്രമാത്രം ഇനി ഡാമേജ് ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതും എക്സ്റേയും രണ്ടാമതും MRIയും എടുത്തപ്പോഴാണ് 4 മോർ സംഭവങ്ങൾ നമുക്ക് അതിൽ കൂടെ എന്താണ് പറയാ കറക്ഷൻസ് ആയിട്ടുള്ള രീതിയിൽ വന്നത്. അപ്പോൾ ആ കറക്ഷൻസും കൂടി എടുത്തിട്ട് ആ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് അവന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയാ, അതുകൊണ്ടാണ് ഇത്രയും ടൈം പീരിയഡ്, ഈവൻ ഒരു എന്താണ് പറയാ നാട്ടിലാണെങ്കിലും ഇത്രയും ടൈം പീരിയഡ് എടുക്കും എന്നുള്ളത് നമ്മൾ പറയാൻ കാരണം. അതിന് ഒരുപാട് പേര് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേസ് താങ്ക് യു സോ മച്ച്. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതൊരു എന്താണ് പറയുക, ആ ഒരു മൊമെന്റും ഇപ്പൊ നമ്മൾ അവന് നല്ലപോലെ അറിയാം ആ വേദന എത്രയുണ്ടാവും, അവൻ എത്രമാത്രം അനുഭവിക്കണം എന്നുള്ളതൊക്കെ. എന്തൊക്കെ തന്നെ പെയിൻ കില്ലേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഭാഗങ്ങളൊക്കെ നല്ല പെയിൻ തന്നെയാണ്. ഇപ്പോഴും സ്വെല്ലിംഗ് ഉണ്ട്. ഡോക്ടർ നമ്മളുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടാണ് വിട്ടത്. ബാക്കിൽ സ്വെല്ലിംഗ് കാണും, ഫ്രണ്ടിൽ സ്വെല്ലിംഗ് കാണും, നിങ്ങൾ ഐസ് പാക്ക് വെച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നതും. സ്വെല്ലിംഗ് വരും, അത് കഴിഞ്ഞ് നമ്മൾ 24 hours ഐസ് പാക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അമ്മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പ്ലസ് ഞാൻ അവന് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള ഒരു ജനറൽ കാറ്റഗറി അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ എന്തൊക്കെയാണ് ഫുഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്നുള്ളത് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു റെസിപ്പി കാണിച്ചു തരാം. അങ്ങനെ ഓരോ ദിവസം ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് റെസിപ്പീസ് കൊടുത്തത് എന്നുള്ളതാണ്, ഞാൻ ഡിഷസ് കൊടുത്തത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നമ്മളുടെ ബെഡ്റൂംസ് എല്ലാം മുകളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത്. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നേരിട്ടല്ല പടി, ഒരു ചെറിയ സ്ഥലത്ത് ഒന്ന് ടേൺ ചെയ്തിട്ട് വേണം പോവാൻ.
കുറച്ച് നിന്നിട്ട് തന്നെയാണ്, എന്നാലും അവൻ കയറി, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിച്ചുവിന് വല്ലാണ്ട് പനി വന്നപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു സംഭവമാണ്. ഐസും അതിൻ്റെ ഉള്ളിലൊരു ജെല്ലി പോലെയാണ്. അത് കോൾഡും അതേമാതിരി തന്നെ നമുക്ക് തണുത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അവനെ അവിടെ വന്ന് സെറ്റിൽ ചെയ്തു. പെട്ടെന്ന് തന്നെ നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അവൻ്റെ ഡയറ്റ് ചാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ കുറേ വെജിറ്റബിൾസ്, അതേമാതിരി തന്നെ ധാന്യങ്ങൾ, അതേമാതിരി സൂപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ടൊമാറ്റോ ചീസ് അതേമാതിരി ഗാർലിക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കാം. എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ 2 തക്കാളി, 1 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 7-8 വിസിൽ കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് നല്ലപോലെ മിക്സിയിലെടുത്തിട്ട് അരയ്ക്കാം. പക്ഷേ ഞാനത് ചെയ്യാറില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്ചർ നന്നായിരിക്കും. അതായത് നമ്മൾ എന്തായാലും സ്ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഉടച്ചിട്ട് അതിൻ്റെ നീര് വരുന്ന സമയത്ത് ഉള്ള ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും തന്നെ നമുക്ക് ചേർക്കാനില്ല. ഇതിൽ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എന്താ വെച്ചാൽ സംഭവങ്ങൾ ലൈറ്റായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പച്ചക്കറി ഇടാം, സോട്ടേ ചെയ്തിടാം, ബട്ടറിൽ സോട്ടേ ചെയ്തിടാം, എന്ത് വേണമെങ്കിലും ഇടാം. ദിസ് ഈസ് വെരി ലൈറ്റ് ആൻഡ് സിമ്പിൾ. അപ്പോൾ അതിനെ ഞാൻ സ്ട്രെയിൻ ചെയ്ത് അവൻ്റെ സൂപ്പ് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൽ അവന് ഇഷ്ടപ്പെട്ട ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവന് മിക്സ്ഡ് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ പ്ലെയിൻ ആയിട്ടാണ് കുടിച്ചത്. മനുവും കിച്ചുവും മാത്രമാണ് ചീസ് ഇട്ടിട്ട് കുടിച്ചത്. അതിലൊരു സ്ലൈസ് ഓഫ് ലെമണും കൂടിയിട്ട് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാങ്കി ടെക്സ്ചർ നന്നായിരിക്കും. അവൻ്റെ റൂമിൽ അവൻ കിടക്കുന്ന റൂം തന്നെയാണ്. അപ്പോൾ ടി വിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി കുറച്ച് അധികം ദിവസങ്ങൾ കിടക്കാനുണ്ട്. സോ അനക്കുന്ന സമയത്തൊക്കെ നല്ല പെയിനാണ്. അപ്പോൾ അടുത്ത കാലിൽ അവർ ഇട്ട് കൊടുത്തിരിക്കുന്ന ബാൻഡേജ് എന്തിനാണെന്ന് വെച്ചാൽ മൂവ് ചെയ്യാതെ ഇരിക്കുകയല്ലേ. അപ്പോൾ മൂവ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ ക്ലോട്ടോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും ആ കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ഇട്ട് കൊടുത്തൊരു സോക്സാണ്. അപ്പോൾ എപ്പോഴും അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കണത് എന്താ വെച്ചാൽ നിങ്ങൾ കാലിൽ ആ ഇൻസേർഷൻസ് ഉള്ള ഭാഗത്ത് നിങ്ങൾ എന്താണ് പറയുക, ഈ ഒരു കോൾഡ് ഐസ് പാക്ക് വെച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു ഇത് അതിലുണ്ടായിക്കൊണ്ടേയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് നീര് എവിടെ കാണുന്നു എന്ന് കാണുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ നിങ്ങൾ ഐസ് പാക്ക് വെച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വന്ന ദിവസം ആ ഭാഗത്ത് മാത്രം ആണ് വെച്ച് കൊടുത്തത്. പക്ഷേ ആസ് ദിവസങ്ങൾ പോകുന്തോറും അവൻ്റെ കാലിൻ്റെ അവിടെ കുറേ നമ്മൾ വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഐസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വൈകുന്നേരം 4 മണിയായപ്പോൾ ഞാൻ അമൃതം പൊടി കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലേശം പാല് മതി അമ്മ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കളർ ഇട്ടുള്ളൂ. പിന്നെ വൈകുന്നേരം നേരത്ത് കൂടെ നിന്നിട്ട് ഒരു നമ്മുടെ മുകളിൽ തന്നെ ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിന്നിട്ട് ഞാൻ നടത്തിക്കാറുണ്ട്. അപ്പോൾ ഫിസിയോതെറപ്പിസ്റ്റ് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ നടന്നു പോണ സമയത്ത് ലോങ് സ്റ്റെപ്സ് വെക്കാൻ അവനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ എന്താണ് നട്ടെല്ല് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നേരെ നോക്കി നടക്കാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഫോളോ ചെയ്തു. സോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ആ അറ്റം വരയ്ക്കും ഒരു 6-7 പ്രാവശ്യം നടക്കും. പക്ഷേ ആദ്യത്തെ ഇനിഷ്യൽ ആയിട്ടുള്ള വന്ന ദിവസങ്ങളൊന്നും 6-7 പ്രാവശ്യം നടക്കാൻ അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 2 പ്രാവശ്യം നടക്കുമ്പോഴേക്കും തന്നെ മതി അമ്മ ഞാൻ പോയി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ 6-7 പ്രാവശ്യം നടക്കാനുള്ളത് പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഡിസ്ചാർജ് ചെയ്ത മുതൽ ഇപ്പോൾ വരയ്ക്കും ഞാൻ ഫോളോ ചെയ്യുന്നതാണ് ദ ഗോൾഡൻ മിൽക്ക്, അതായത് മഞ്ഞൾ ഇട്ടിട്ടുള്ള പാല്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, വളരെ നല്ലതാണ്. സോ പാല് കാച്ചുക, അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടുക, നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഇടാം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. വീണ്ടും കൂടുതൽ കൊടുത്ത ഭക്ഷണങ്ങളുമായി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത് എന്നുള്ളത് നമുക്കും കൂടി അത് ഉപയോഗമായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്